പൂജവെപ്പ് അവധിയോടനുബന്ധിച്ച് പ്രത്യേക സർവീസുകൾ അനുവദിച്ച് KSRTC ബംഗളൂരു, ചെന്നൈ, മൈസൂരു എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. ഈ മാസം 25 മുതൽ അടുത്ത മാസം 14 വരെയാണ് സർവീസുകൾ. ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, KSRTCയെ സംബന്ധിച്ച് സന്തോഷിക്കേണ്ട സമയമാണ്. കാരണം വലിയ റെക്കോർഡ് കളക്ഷൻ, 10 കോടി രൂപയോളം കളക്ഷൻ ഉണ്ടാക്കിയ ഒരു ഓണ സീസണിന് ശേഷമാണ് ഇതാ ഒരു പൂജാ സീസൺ വരുന്നത്. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്കെല്ലാം പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് പുതിയ ബസ്സുകളും നല്ല കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന സ്ലീപ്പർ ക്ലാസ് ബസ്സുകളും ഉൾപ്പെടെ അവതരിപ്പിച്ചതിന് ശേഷം വരുന്ന പൂജാ സീസണാണ്. അപ്പോൾ കാര്യമായ വരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ KSRTC? തീർച്ചയായും ബിനിൽ, ഈ വരുന്ന ഒക്ടോബർ 1, 2 ദിവസങ്ങളിലാണ് ഈ മഹാനവമി, വിജയദശമി, പൂജവെപ്പ് അവധി ദിനങ്ങൾ വരുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ അവധി ദിനങ്ങളിൽ കേരളത്തിനകത്തേക്കും പുറത്തേക്കും എല്ലാം വലിയ രീതിയിലുള്ള യാത്രക്കാരുണ്ടാവാറുണ്ട്. യാത്ര ചെയ്യാനായി ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേക അധിക സർവീസുകൾ ഇപ്പോൾ KSRTC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വരുന്ന മാസം, ഈ മാസം 25 മുതൽ അടുത്ത മാസം 14 വരെ അധിക സർവീസുകൾ ഉണ്ടാകുമെന്നാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ, പൊതുവെ യാത്രക്കാർ ഒരുപാടുള്ള ബാംഗ്ലൂർ, ചെന്നൈ, മൈസൂർ എന്നീ സ്ഥലങ്ങളിലേക്കും തിരിച്ചുമാണ് ഇപ്പോൾ സർവീസ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സ്കാനിയ, വോൾവോ, സ്വിഫ്റ്റ് ബസ്സുകൾ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് സർവീസിന് സജ്ജമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും 42 സർവീസുകൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും മൈസൂരിലേക്കും 22 സർവീസുകളും തിരിച്ചും 22 സർവീസുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 40 സർവീസുകൾ ബാംഗ്ലൂരിലേക്കും തിരിച്ചുമുണ്ട്. 4 സർവീസുകളാണ് ചെന്നൈയിലേക്കും തിരിച്ചുമുള്ളത്. ഇതിൽ മൈസൂർ വഴി യാത്ര ചെയ്യുന്ന സർവീസുകളാണ് ബാംഗ്ലൂരിലേക്കുള്ളത്. എന്തായാലും ഈ വരുന്ന സീസണിൽ വലിയ യാത്രാ തിരക്ക് തന്നെയാണ് KSRTC ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അധിക സർവീസുകൾ അനുവദിച്ചുകൊണ്ട് കൂടുതൽ ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു നീക്കം KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ യാത്രക്കാർക്ക് പ്രത്യേകമായി ഓൺലൈൻ സർവീസുകൾ അല്ലെങ്കിൽ ഓൺലൈൻ റിസർവേഷൻ ഈ സർവീസുകൾക്ക് ഉണ്ടാകും എന്നും KSRTC അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റിസർവേഷൻ നടപടികൾ എന്നു മുതൽ തുടങ്ങും എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ല ബിനിൽ. ശരി, റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചാൽ KSRTCയിൽ നല്ല സുഖയാത്ര നിങ്ങൾക്ക് അനുഭവിക്കാം. എന്തായാലും പുതിയ ബസ്സുകൾ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് കൂടുതൽ കളക്ഷൻ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ തിരക്ക് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അധിക സർവീസുകൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ബംഗളൂരു, ചെന്നൈ, മൈസൂരു എന്നിവിടങ്ങളിലേക്കാണ് ഈ സർവീസുകൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.